പൊതുജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥനെ തെരുവിൽ കൈകാര്യം ചെയ്ത് SFI പ്രവർത്തകർ. തിരുവനന്തപുരത്തെ ഒരു മോളിലാണ് കേട്ടുകേൾവിയില്ലാത്ത സംഭവം. പുതുവത്സരാഘോഷത്തിനിടെ SFI പ്രവർത്തകരെ മർദ്ദിച്ചതിന്റെ പ്രതികാരമാണ് തിരിച്ചടിക്ക് കാരണം. സംഭവത്തിൽ ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്തെങ്കിലും AR ക്യാമ്പിലെ പോലീസുകാരനായ മിഥുൻ റോയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് ചർച്ചാ വിഷയമായി. ആ റിപ്പോർട്ട് പരിശോധിക്കും. കഴിഞ്ഞ പുതുവത്സരാഘോഷ വേളയിൽ ശംഖുമുഖത്തുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് പിന്നീട് ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കടന്നത്. അന്ന് പോലീസുകാരനായ മിഥുൻ റോയ് SFI പ്രവർത്തകർക്കെതിരെ ആക്രമണമുണ്ടായിരുന്നു. ലാത്തി വീശി അവരെ ആക്രമിച്ചിരുന്നു. അതിനെ തുടർന്ന് മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് SFI പ്രവർത്തകർ കൂട്ടം കൂടി ഈ പോലീസുകാരനായ മിഥുൻ റോയ്ക്കെതിരെ ആക്രമണം നടത്തിയത്. അന്ന് മിഥുൻ റോയോടൊപ്പം സഹോദരി കൂടി ഉണ്ടായിരുന്നു. ഇരുവരും മാളിലേക്ക് എത്തിയ സമയത്താണ്, മെഡിക്കൽ ലീവിലായിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം, ആ സമയത്താണ് മിഥുൻ റോയ്ക്കെതിരെ ഈ SFI പ്രവർത്തകർ ആക്രോശിച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്തത്. എന്നാൽ തിരിച്ചും മിഥുനും ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. മിഥുൻ ഇടിവള ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസിൽ മിഥുൻ കേസ് കൊടുത്തപ്പോൾ അതിനെ തുടർന്ന് SFI പ്രവർത്തകരും മറുപടിയായി കേസ് നൽകിയിരുന്നു. അങ്ങനെ വഞ്ചിയൂർ സ്റ്റേഷനിൽ വെച്ച് പോലീസ് എടുത്ത കേസിൽ SFI പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് അവർക്കെതിരെ ചുമത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ വ്യാപകമായ ഒരു വിമർശനം നേരിടേണ്ടി വന്നു. ഇതേ സമയം തന്നെ പേട്ട പോലീസ് SFI പ്രവർത്തകരുടെ പരാതിയിൽ മേൽ മിഥുൻ റോയ്ക്കെതിരെയും കേസെടുത്തിരുന്നു. മർദ്ദിക്കുന്നതും അതോടൊപ്പം തടഞ്ഞു നിർത്തുന്നതും ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുന്നതും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യം ലഭിക്കാത്ത കേസാണ് എടുത്തിരുന്നത്. ഇത് പോലീസ് സേനയ്ക്കുള്ളിൽ ഒരു അമർഷം ഉയർത്തിയിരുന്നു. എന്നാൽ പോലീസ് സേന ആദ്യം പ്രതികരിച്ചില്ല. പിന്നീട് കമ്മീഷണർക്കെതിരെ ട്രോളുകൾ ഉയർന്നു വന്നിരുന്നു. പോലീസ് ഗ്രൂപ്പുകളിലെല്ലാം അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. ഇതിനെ തുടർന്നാണ് പോലീസ് അസോസിയേഷൻ്റെ നേതൃത്വം ഇത് കണക്കാക്കിക്കൊണ്ട് തന്നെ ഒരു വലിയ പത്രക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു. അതായത് ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് ഈ നടപടി, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് ശരിയായിട്ടില്ല, SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതും ശരിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പിന്നീട് ഇതിനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് തന്നെ പോലീസ് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് ശരിക്കും ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. മിഥുൻ നൽകിയ പരാതിയിൽ തന്നെ രേവന്ത്, സജിത്ത് എന്നിവരടക്കം 4 പേർക്കെതിരെയാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. എന്നാൽ അതിന് കാര്യമായ ഗൗരവം പിന്നാലെ തങ്ങൾക്കെതിരെയുള്ള പരാതി പിൻവലിക്കാൻ മിഥുൻ ആവശ്യപ്പെട്ടെന്നും ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നും കാണിച്ചാണ് പിന്നീട് ഈ മിഥുനെതിരെ പരാതി പോയത്. ഏതായാലും ഈ ജാമ്യമില്ലാ വകുപ്പെല്ലാം ചുമത്തിയുള്ള കുറ്റകൃത്യത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്തിയത് ശരിയായതാണോ എന്ന ഒരു ചോദ്യം ഉയർന്നിരുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പോലീസിനുള്ളിൽ തന്നെ പോലീസിനെതിരെ ഇത്തരത്തിലുള്ളൊരു വിമർശനം ഉയരുന്ന സാഹചര്യമാണ്. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് പ്രതിപക്ഷവും പ്രതികരിക്കുന്നത്. പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സാഹചര്യത്തിലേക്ക് വലിച്ചിട്ടു എന്ന പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.